ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോഴാകട്ടെ 2013 ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. ഒരു എക്സാം ഒക്കെ നടന്നതിന് ശേഷമാകട്ടെ അതിന്റെ റിസൾട്ട് ഒക്കെ വന്നിരിക്കുകയാണ്. ക്ലാസ്സിൽ ഫസ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് സിയു ആയിരുന്നു. ഇനി ലീഡും ഷെന്നിന്റെ മാർക്കൊക്കെ നോക്കുകയാണെങ്കിൽ ലീക്കാകട്ടെ ഷെന്നിനെക്കാളും ഒരു മാർക്ക് കൂടുതലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഷെന്ന് ക്ലാസ്സിലെ ടോപ്പർ ആയിട്ടൊക്കെ നിന്നയാളാണ്. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് അവൾക്കും ഇത്രയ്ക്ക് മോശം മാർക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്നൊക്കെ റൗഡി ചെക്കനും ആലോചിക്കുകയൊക്കെയാണ്. റൗഡി ചെക്കനും ഷെന്നിനെ കളിയാക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ലീയും അവനെ വഴക്കൊക്കെ പറയുന്നുണ്ട്. പിന്നീടാകട്ടെ ഷെന്നിന്റെ അടുത്ത് ചെന്നിട്ട് മാർക്ക് കുറവ് കിട്ടിയെന്നോർത്ത് നീ വിഷമിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല, എനിക്ക് സ്ഥിരമായിട്ട് മാർക്കൊക്കെ മോശമായിട്ടാണ് കിട്ടാറുള്ളതെന്നൊക്കെ അവനും പറയുന്നൊക്കെയുണ്ട്. അവനാകട്ടെ അവളെ സമാധാനിപ്പിക്കാനായിട്ടാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും അവളും അവനെ കളിയാക്കിയൊക്കെ വിടുന്നു. അങ്ങനെ ഇരിക്കാണ് സാറും ക്ലാസ്സിലേക്കൊക്കെ എത്തുന്നത്. ഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പെൻസിലിന് വലിയ മൂർച്ചയൊന്നും ഇല്ലാതെ ഇരുന്നത് കൊണ്ട് തന്നെ അവൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പലതും മിഷന് റീഡ് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഷെന്നിന് മാർക്കൊക്കെ കുറവ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സത്യം പറയുകയാണെങ്കിൽ നിലവിൽ ഷെന്നിനാണ് ക്ലാസ്സിലെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള സ്കോർ ഒക്കെ ഉള്ളത്. അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്നത് ലിയുവാണ്. പക്ഷെ ഇപ്പോൾ ആകട്ടെ സാറും അവളുടെ ആൻസേഴ്സ് എല്ലാം തന്നെ ചെക്ക് ചെയ്തതിനു ശേഷം അവളുടെ മാർക്കൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് ക്ലാസ്സിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഷൻ ആണെന്നുള്ള കാര്യമൊക്കെ കുട്ടികളെയും സാർ അറിയിക്കുന്നത്. നിലവിൽ റിസൾട്ട് ഒക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ മോശമായിട്ട് പഠിക്കുന്ന കുട്ടികളെ നന്നായി പഠിക്കുന്ന കുട്ടികളെ സഹായിക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സാറും കുട്ടികളെ മൊത്തത്തിൽ ഒന്ന് റീഅറേഞ്ച് ഒക്കെ ചെയ്യുന്നു. ഈ ഒരു സമയത്താകട്ടെ സൂവും ചെങ്ങും ഒന്നിച്ചൊക്കെയാണ് വരുന്നത്. മാത്രല്ല ഷെന്നും ലൂവുമാണ് ഒന്നിച്ചു വരുന്നത്. ലൂ ആയിരുന്നല്ലോ ഷെന്നിന് പെൻസിലൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ അവൾക്ക് മാർക്കും കുറവൊക്കെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവൻ തന്നെയാണ് ഷെന്നിന്റെ ബുക്സ് എല്ലാം തന്നെ എടുത്തുകൊണ്ട് പോയി സീറ്റിലൊക്കെ കൊണ്ടുപോയി വെക്കുന്നത്. ഷെന്നും എക്സാം ഒക്കെ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം മുതൽ റിസൾട്ട് ഒക്കെ വന്ന സമയത്ത് പോലും അവളും വിഷമിച്ചൊന്നും ഇരിക്കാതെയൊക്കെ ഇരുന്നത്. പിന്നെ ലൂ കൊടുത്ത പെൻസിലൊക്കെ വെച്ച് അവൾ എഴുതിയ സമയത്താണല്ലോ ഇതുപോലെ അവളുടെ എഴുത്തൊന്നും തന്നെ മിഷന് വായിക്കുവാനായിട്ട് സാധിക്കാതെ പോയിട്ടുണ്ടായിരുന്നത്. സോ ഞാനും ഇതേ പെൻസിലൊക്കെ വെച്ചിട്ടാണല്ലോ എഴുതിയത്, എന്റെയും ചില ആൻസേഴ്സ് ഒക്കെ മിഷന് വായിക്കുവാനായിട്ട് സാധിക്കാതെ പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഞാനും ടോപ്പ് സ്റ്റുഡന്റിന്റെ പട്ടികയിലൊക്കെ പെടുന്നതായിരിക്കുമെന്നൊക്കെ ലൂ പറയുമ്പോഴത്തേക്കും അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ഷെന്നാകട്ടെ ലൂവിന്റെ ചില ആൻസേഴ്സ് ഒക്കെ തെറ്റാണെന്നൊക്കെ സാറിന്റെ അടുത്തും പറയുന്നു. സാറും അതൊക്കെ ചെക്ക് ചെയ്ത് തെറ്റാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴത്തേക്കുമാണ് ഓൾറെഡി അവന്റെ സ്കോർ ഒക്കെ ഏറ്റവും ലാസ്റ്റ് ആണ് കിടക്കുന്നത്. ഇപ്പോൾ ആകട്ടെ ചില ആൻസേഴ്സും തെറ്റാണ്. സോ അവന്റെ സ്കോറൊക്കെ ഇനിയും താഴേക്കൊക്കെ പോകുമെന്ന കാര്യമൊക്കെ സാറും പറയുന്നത്. പക്ഷെ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവനും വിഷമിക്കാതെ മൊത്തത്തിൽ ചിരിക്കുകയായിരുന്നു ചെയ്തതും. അങ്ങനെ ആ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കട്ടായതിനു ശേഷം ഇപ്പോൾ തുടർന്നുള്ള 2024 സീൻസ് ഒക്കെ കാണിക്കുകയാണ്. സിയും ക്വിന്നിനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാകട്ടെ നീയും നിന്റെ എക്സ് ഹസ്ബൻഡിന്റെ അടുത്തായിട്ടൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നിന്റെ അടുത്ത് എനിക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കാതെയൊക്കെ പോയത്. പിന്നെ ഷെന്നിനും ലൂവിനും പരസ്പരം ഒരുപാട് ഇഷ്ടമൊക്കെ ഉണ്ട്. പക്ഷെ അവരായിട്ട് അതൊന്നും തന്നെ തുറന്നു പറയുന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. പക്ഷേ ഗോ ബാക്ക് ലവർ എന്ന പ്രോഗ്രാമിലൊക്കെ അവർ പങ്കെടുക്കുകയാണെങ്കിൽ അവരുടെ പ്രണയമൊക്കെ അവരും തിരിച്ചറിയുന്നതായിരിക്കും. സാധാരണഗതിക്കാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കുമാണ് പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ആവുക. പക്ഷേ ഇപ്പോഴും അവർക്ക് രണ്ട് കണ്ടസ്റ്റൻസിന്റെ ഒക്കെ കുറവുണ്ട്. നമ്മളും ആ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രോഗ്രാമും കൃത്യസമയത്ത് തന്നെ സ്റ്റാർട്ട് ആവുന്നതുമായിരിക്കും. നമുക്ക് അവരുടെ ലവിനൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടും സാധിക്കുമെന്നൊക്കെ അവനും അവളോട് പറഞ്ഞൊക്കെ കൊടുക്കുന്നു. സിയുവും സൂവിന്റെ അടുത്ത് നിന്നുമൊക്കെ ആയിരുന്നു ക്വിന്നിന്റെ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. സോ സിയു എന്തൊക്കെ കാര്യങ്ങളാണ് ക്വിന്നിന്റെ അടുത്ത് സംസാരിച്ചതെന്നൊക്കെ അറിയുവാനായിട്ട് സൂവും അതുപോലെ തന്നെ ഷെന്നും കാത്തിരിക്കുകയാണ്. സിയു ആകട്ടെ ഗോബാക്ക് ലവർ എന്ന പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ക്വിന്നും അറിയിക്കുന്നത്. സോ സിയുവിന്റെ അടുത്ത് ക്വിൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന റിപ്ലൈ ഒക്കെ കാണിക്കുകയാണ്. ലൂവും ഷെന്നും ഒന്നിക്കണമെന്നാണ് എന്റെയും ആഗ്രഹം. പക്ഷെ ഞാനാകട്ടെ ഒരു സാധാരണ വ്യക്തി മാത്രമാണ്. എനിക്കും ഈ ഒരു പ്രോഗ്രാമിൽ ശരിക്കും പങ്കെടുക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഷെന്നും ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഈ ഒരു പ്രോഗ്രാം ഒക്കെ നടത്തുന്നത്. അങ്ങനെ ഇരിക്കെ ഞാനും പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ക്വിൻ നിന്നപ്പോഴാകട്ടെ നീയും നിന്റെ എക്സ് ഹസ്ബൻഡിന്റെ അടുത്ത് പ്രതികരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു രീതി തന്നെ വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ ഉള്ളിലും ഒരുപാട് ധീരതയൊക്കെ ഉണ്ട്. നീയും അതൊക്കെ വെച്ച് അങ്ങ് പ്രോഗ്രാമിൽ പങ്കെടുത്താൽ മതി. നിന്നെ കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് സിയും അവളെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാകട്ടെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള റിയാലിറ്റി ഷോ ഒക്കെ ആണല്ലോ. അങ്ങനെ ഇരിക്കെ നമ്മൾ തമ്മിൽ അങ്ങനത്തെ രീതിയിലുള്ള ബന്ധമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ കിൻ പറയുമ്പോഴാകട്ടെ ഞാനും നിന്നെ രഹസ്യമായിട്ട് പ്രണയിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ടീമിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നിനക്കും വലിയ പ്രശ്നമൊന്നും തന്നെ ഉണ്ടാവുകയില്ല. പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും പരസ്പരം അറിയാവുന്നതല്ലേ. അങ്ങനെ ഇരിക്കെ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തു എന്ന് വെച്ചിട്ട് എന്താണ് ഇത്രയ്ക്ക് പ്രശ്നമൊക്കെ ഉണ്ടാവാനായിട്ട് ഇരിക്കുക എന്നൊക്കെ സിയും അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇതുപോലെ ക്വിന്നിനെ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ക്വിനും പ്രോഗ്രാമിന് പങ്കെടുക്കാമെന്നൊക്കെ അറിയിക്കുകയാണ്.
ഈ ഒരു ഷോ വഴി നിങ്ങൾ പ്രണയത്തിലാവുകയാണെങ്കിലും അതല്ല നിങ്ങൾ പിരിയുവാനായിട്ട് പോവുകയാണെങ്കിലും അതൊരു രീതിക്കും പ്രശ്നമുണ്ടാവുന്നതല്ല. നിങ്ങളുടെ ഏതൊരു തീരുമാനത്തെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ആയിരിക്കും എന്നൊക്കെയാണ് ഷെന്നും പറയുന്നത്. പക്ഷെ സൂ ആകട്ടെ ക്വിനും സിയുവും പ്രണയത്തിലാകുമെന്ന കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ബോസും ഷെന്നും കൂടി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ കൂടി അവിടേക്ക് കടന്നു വരികയാണ്. അതാകട്ടെ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിലൊക്കെ പണം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളുടെ മകളൊക്കെയാണ്. അവളുടെ പേരാകട്ടെ ജിയോ എന്നാണ്. ആ ഒരു ഇൻവെസ്റ്റർക്കാകട്ടെ ഇപ്പോഴും ഇതുപോലെ പ്രോഗ്രാം ഒക്കെ നോക്കി നടത്തുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ മക്കളെയൊക്കെ ഇപ്പോൾ പ്രോഗ്രാം നോക്കുവാനായിട്ടൊക്കെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു പെൺകുട്ടിയാകട്ടെ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഷിനിന്റെ ലൂവിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവരുടെ ഫാൻ ആയിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല ഈ ഒരു പ്രോഗ്രാം വഴി അവർ ഒന്നിക്കണമെന്നൊക്കെയാണ് അവളും ആഗ്രഹിക്കുന്നത്. അവളും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നു. ജിയോനെയും അവിടെ ഒരു ഇന്റേൺ ആയിട്ടൊക്കെ കൊണ്ടുവന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ നീ നിന്റെ ജോലി മാത്രം ചെയ്താലും മതി. പിന്നെ ഗസ്റ്റുകള് പ്രണയിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാനായിട്ടൊന്നും സാധിക്കുകയില്ല. അവരുടെ ഇഷ്ടം പോലെ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. ചിലപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ പോലും പ്രോഗ്രാമിനൊക്കെ ശേഷം അവർക്ക് ഇഷ്ടമാക്കാനുള്ള സാധ്യതകളുമുണ്ട്. സോ നമുക്ക് ഓരോ രീതിക്കും അവരെ ഫോഴ്സ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. എന്തായാലും നിനക്ക് ചെയ്യുവാനായിട്ടുള്ള ജോലികളെല്ലാം തന്നെ ഞാൻ നിന്നെ ഏൽപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് ഷെന്നും പോകുന്നു. ജിയോയുടെ അടുത്ത് കുറച്ച് റൂഡായിട്ടൊക്കെയാണ് ഷെൻ പെരുമാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം തന്നെ ജിയോയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. റിസോർട്ടിലെ പണികളും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാമിന്റെ ആൾക്കാരും. ഷെന്നും അതൊക്കെ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്താകട്ടെ ഇതുപോലെ ജിയോയും അവിടെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നുവെന്നും പെട്ടെന്ന് തന്നെ വർക്ക് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് പ്രോഗ്രാം തുടങ്ങണമെന്നും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവരും അറിയിക്കുകയാണ്. പക്ഷേ ജിയോയുടെ പണി അതൊന്നും തന്നെ അല്ല എന്നും അതുകൊണ്ട് തന്നെ അവൾ പറയുന്നത് ഒന്നും തന്നെ കാര്യമായിട്ട് എടുക്കേണ്ട എന്നുമൊക്കെ ഷെന്നും അവരുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ട് ലൂവും ആ ഒരു റിസോർട്ടിലേക്കൊക്കെ എത്തുന്ന സമയത്താകട്ടെ ജിയോയും അവന്റെ വലിയ ഫാൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ചെന്ന് കാണിക്കുകയാണ്. നേരത്തെ നമ്മളും ഒരു വീഡിയോ ഒക്കെ ആദ്യം മുതൽക്കേ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതാകട്ടെ ഒരു പ്രോഗ്രാം ഒക്കെ നടന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു. അതും കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ഒക്കെയാണ്. ആ ഒരു സമയത്ത് ഇവരുടെ രണ്ടുപേരുടെയും അതായത് ഷെന്നിന്റെയും ലൂവിന്റെയും എല്ലാം തന്നെ ആൻസേഴ്സ് ഒക്കെ ഒരുപോലെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ തന്നെ ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക എന്നൊക്കെ പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജിയോയും ലൂവിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണെന്ന് അറിയുകയില്ല, ഞങ്ങളുടെ രണ്ടുപേരുടെയും ഉത്തരങ്ങൾ ഒന്നായിട്ട് വന്നു എന്ന് മാത്രമായിരുന്നു ലൂവും പറഞ്ഞത്. നിങ്ങൾ എവിടെ വെച്ചാണ് ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്, ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ജിയോയും ലൂവിന്റെ അടുത്തൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അവനാകട്ടെ അതിന് ഉത്തരം പറഞ്ഞ് നിൽക്കുവാനായിട്ട് നേരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെൻ എവിടെയാണ് പോയിട്ടുള്ളതെന്നൊക്കെ ജിയോയോടും ചോദിച്ചു മനസ്സിലാക്കുന്നു. അവളും സാധനങ്ങളൊക്കെ മേടിക്കുവാനായിട്ട് മാർക്കറ്റിൽ പോയതാണെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ഷെന്നിനും അവൻ മെസ്സേജ് ഒക്കെ അയച്ചു നോക്കുകയാണ്. ഷെന്നും കടയിലുള്ള ആളുടെ അടുത്ത് നിന്നും സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം പണമൊക്കെ ഒന്ന് കുറയ്ക്കാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അയാളും ഓൾറെഡി കുറെ തുകയൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ പറയുന്നത് പോലെ വീണ്ടും തുകയൊന്നും കുറയ്ക്കുവാനായിട്ട് തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ നിൽക്കുന്നു. ലൂവും ഷെന്നുണ്ടായിരുന്ന അതേ സ്ഥലത്തേക്കൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കുമാണ് ഷെന്നിന്റെ ശബ്ദമൊക്കെ അവനും കേൾക്കുന്നത്. ഞങ്ങളുടെ വിവാഹമൊക്കെ ഈ ഇടയ്ക്ക് കഴിഞ്ഞതാണ്. എന്റെ ഹസ്ബൻഡ് ആകട്ടെ വളരെ സ്ട്രിക്റ്റ് ആണ്. ഇത്ര രൂപയ്ക്കൊന്നും സാധനം മേടിക്കുവാനായിട്ട് അവൾ ഒരിക്കലും സമ്മതിക്കുകയില്ല. ദയവ് ചെയ്ത് പണമൊക്കെ കുറച്ച് തരാമോ എന്നൊക്കെ ഷൻ ചോദിക്കുമ്പോഴത്തേക്കും ലൂവും കടയിലേക്കൊക്കെ കടന്നു വരികയാണ്. കടക്കാരനും ലൂ ആണോ നിങ്ങളുടെ ഹസ്ബൻഡ് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളും അതേന്ന് മറുപടിയൊക്കെ പറയുന്നു. പിന്നീടാകട്ടെ കടക്കാരനെ കാണിക്കുവാനായിട്ട് നമ്മളും പുതിയ വീട്ടിലേക്കൊക്കെ മാറുമെന്ന് നീ പറഞ്ഞതല്ലേ, പക്ഷെ കടയിലാകട്ടെ 5700 എന്ന പ്രൈസൊക്കെയാണ് ഇയാൾ പറയുന്നത്. നമ്മുടെ കയ്യിൽ 5000 അല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കും പുതിയ വീട്ടിലേക്കൊന്നും മാറുവാനായിട്ട് സാധിക്കുകയില്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അവളും. അവനും അതൊക്കെ തന്നെ കേട്ടിട്ട് അതിനനുസരിച്ചൊക്കെ പെരുമാറുന്നുണ്ട്. നിലവിലാകട്ടെ എന്റെ കയ്യിൽ 5000 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോഴേക്ക് വീടൊന്നും പുതുക്കണ്ട. പിന്നീട് പണമൊക്കെ ഉള്ള സമയത്ത് എപ്പോഴെങ്കിലും അതൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോകുവാനായിട്ടായിരുന്നു ലൂ ശ്രമിച്ചതും. എന്തായാലും അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആ ഒരു കടക്കാരനും കുറച്ച് ദയൊക്കെ തോന്നിയിട്ട് അവർക്കും സാധനമൊക്കെ വില കുറച്ച് കൊടുക്കുന്നു. കടക്കാരനെ കാണിക്കുവാനായിട്ട് അവരും ഒന്നിച്ച് കൈ പിടിച്ചൊക്കെ വരുന്നുണ്ടെങ്കിലും കടക്കാരൻ പോയി കഴിയുമ്പോഴത്തേക്കും അവളും ആ ഒരു കൈയൊക്കെ വെടിയിപ്പിക്കുന്നു. നിലവിലാകട്ടെ പെട്ടെന്ന് തന്നെ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ എല്ലാവരും വളരെ തിരക്കിലൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ടാണ് അവൾക്ക് ഒറ്റയ്ക്ക് ഇതുപോലെ കടയിലേക്കൊക്കെ വരേണ്ടി വന്നതും. എന്തായാലും ഇനിയും അവൾക്ക് ഒരുപാട് കടയിലൊക്കെ കയറുവാനായിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനും നിന്റെ ഹസ്ബൻഡ് ആയിട്ടൊക്കെ അഭിനയിക്കുവാനായിട്ട് ഇനിയും വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ലൂവും അവളുടെ പിന്നാലെയൊക്കെ നടക്കുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.